അടുത്തത് ഇടവക്കൂറാണ്. ടോറസ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. കാർത്തികയുടെ അവസാനത്തെ 3 പാദവും രോഹിണിയും മകയിരത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ്. ഇവർക്ക് സൂര്യൻ 4ലാണ്. ഇവർക്ക് ചില കർമ്മസംബന്ധമായിട്ട് ചില മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജോലി മാറി ചെയ്യുക, അല്ലെങ്കിൽ താനിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മറ്റൊരു മേഖലയിലേക്കോ മറ്റൊരു സ്ഥലത്തേക്കോ ഒക്കെ മാറ്റം ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്നത്. അല്ലെങ്കിൽ ഓഫീസ് മാറുക, പുതിയ സ്ഥലത്തേക്കോ അല്ലെങ്കിൽ പുതിയ ചുമതലകളിലേക്കൊക്കെ പോകേണ്ടതായിട്ട് കാണാവുന്നതാണ്. വ്യാഴം 3ലാണ്. ഈ 3ലെ അവസ്ഥ കൊണ്ട് ആശയവിനിമയ കാര്യങ്ങൾക്കോ ഒക്കെ കുറച്ച് ധൈര്യം വർദ്ധിക്കും. എന്നാൽ കുറച്ചൊരു ഈശ്വരാനുഗ്രഹത്തിൻ്റെ കുറവുള്ള ഒരു സമയമാണ്. വ്യാപാര സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ സംഗതികൾ, മാധ്യമം, ഇതിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സാമാന്യമായിട്ടുള്ള നേട്ടങ്ങളും ഒക്കെ ഉണ്ടാവും. സഹപ്രവർത്തകന്മാരുമായിട്ടുള്ള സഹകരണം മുൻപുണ്ടായിരുന്നത് അത് പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യും. ധനപരമായിട്ട് കുറച്ച് സൂക്ഷ്മതയോടുകൂടി സ്വീകരിക്കേണ്ട ഒരു ആഴ്ചയാണിത്. നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചില വലിയ ചിലവുകൾ ഗൃഹത്തിന് വേണ്ടിയിട്ടോ ചിലപ്പോൾ വാഹനത്തിന് വേണ്ടിയിട്ടോ ഒക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള വായ്പകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഭാവിയിലേക്ക് ചില ദോഷങ്ങൾ ചെയ്യാൻ ഇപ്പോൾ സാധ്യതയുണ്ട്. ആരോഗ്യ സംബന്ധമായിട്ട് ദഹന സംബന്ധമായ ചില രോഗങ്ങൾ വരാനോ അല്ലെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന ചില വിഷബാധകൾ ഉണ്ടാകാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ധാരാളം നിർജ്ജലീകരണം ഉണ്ടാകും. ധാരാളം ജലം കുടിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഗൃഹാന്തരീക്ഷത്തിൽ പൊതുവെ സാമാന്യം അനുകൂലമായിട്ടൊക്കെ തന്നെയാണ്. ബന്ധുക്കളുമായിട്ടും മക്കളുമായിട്ടും ഒക്കെ സമയം ചെലവഴിക്കാനും ഒക്കെ സാധിക്കും. ഈ വീടിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. അങ്ങനെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് അനുകൂലമായിട്ട് നടക്കും. ഇവർക്ക് മഹാലക്ഷ്മിയെ പൂജിക്കുക, മഹാവിഷ്ണുവിനെ പൂജിക്കുക, ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ മുതലായിട്ടുള്ള അവതാര വിഷ്ണുവിനെ ഭജിക്കുക, ഇതൊക്കെ നല്ലതാണ്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോവുക, വഴിപാട് നടത്തുക. അതുപോലെ ദേവീ ക്ഷേത്രത്തിലും ദർശനം നടത്തേണ്ടതുണ്ട്. അന്നദാനം കൊടുക്കുകയും വസ്ത്രദാനം നടത്തുകയും ഒക്കെ ചെയ്യുന്നതും നല്ല കാര്യമാണ്.